ഷീ സഞ്ജു, നീ ഭയങ്കര ടോക്സിക് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നതൊക്കെ നീ അറിയേണ്ട ആവശ്യം എന്താ? അങ്ങനെയാണോ? നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കള്ളുടിക്കാൻ പോയത് നിന്റെ വേറൊരു ഫ്രണ്ട് വന്ന് എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയേണ്ടത്. അങ്ങനെ അറിഞ്ഞാൽ തന്നെ ഇപ്പൊ എന്താ? നിനക്ക് എന്താ അതിന് ഡൗട്ട് ആണോ? എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ, എനിക്കെന്താ പൊക്കൂടെ? പൊക്കോ, പോകേണ്ട കാര്യം പറഞ്ഞൊന്നുമില്ലല്ലോ. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ. നിനക്ക് നമ്മ ഒരു റിലേഷൻഷിപ്പിലല്ലേ? റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചിട്ട് വി ബോത്ത് ആർ ഇൻഡിവിജ്വൽസ്. എനിക്ക് എന്റേതായ സ്പേസ് വേണം. നിന്നെ പോലെ ഇത്ര ടോക്സിക് ആയിരത്തിന്റെ കൂടെ എങ്ങനെ ജീവിക്കുന്ന ഞാനിപ്പോ ആലോചിക്കുന്നത്. നിർത്തടി. എന്താണ് ഞാൻ നിന്നോട് ടോക്സിക് ആയിട്ട് ചെയ്തിട്ടുള്ളത്? നീ എവിടെയോ ആരുടെ കൂടെ കള്ളുടിക്കാൻ പോയത് നിന്റെ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാ. അതാണ് ടോക്സിക്? അതോ 3-4 തവണ ഞാൻ നിന്നെ ഡെയിലി വിളിക്കണ്ടല്ലോ, അതാണ് ടോക്സിക്? ഇതിൽ തന്നെയുണ്ട് നിന്റെ ടോക്സിക് ബിഹേവിയർ. കുറച്ചുകൂടി ലൈഫ് മനസ്സിലാക്കിയിട്ട് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കും. ജീവിക്കാം, പക്ഷെ എനിക്ക് നീ പറഞ്ഞു തന്നെ എന്താണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറ. സഞ്ജു, ഇതിന് മുന്നോട്ട് പോകില്ല. എനിക്ക് മടുത്തു. അതെനിക്ക് മനസ്സിലായിരുന്നു നിനക്ക് മടുത്തുന്ന്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ എന്താണ് നിന്റെ അടുത്ത് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്തെങ്കിലും പറ. ഞാൻ വേറൊരു കോളിൽ നിൽക്കുമ്പോ നീ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ബിസി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തുരാന്ന് കിടന്ന് വിളിക്കല്ലേ വേണ്ടേ? അപ്പുറത്തുള്ള ആള് ബിസി ആണെന്ന് മനസ്സിലാക്കി നിൽക്കുക വേണ്ടത്. ഇതാണോ ടോക്സിക്? ഇതൊക്കെ അതിൽ പെടും. ഓക്കെ, പക്ഷെ എപ്പോഴെങ്കിലും എന്റെ മിസ് കോൾ കണ്ടിട്ട് നീ തിരിച്ചു വിളിച്ചിട്ടോ? അപ്പോഴേക്കും നീ വെറുപ്പിച്ച് കാണുമല്ലോ മിസ് കോൾ ചെയ്തിട്ട്. പിന്നെ എനിക്ക് വിളിക്കാനുള്ള മൂടൊക്കെ പോവും. എന്റെ ഫ്രണ്ട്സിന് കൊടുക്കുന്ന പ്രയോറിറ്റി കുറച്ചെങ്കിലും എനിക്ക് തന്നൂടെ? സൗകര്യമില്ല എനിക്ക്. ഇത്രയും ടോക്സിക് ആയി ഒരുത്തന്റെ കൂടെ ഇനി എനിക്ക് വയ്യ, മതിയായി. നിർത്താം നമുക്കിത്. ശരി, നിർത്താം. അതായിരിക്കും നല്ലത്. പല ആൺകുട്ടികളും ഫേസ് ചെയ്യുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു സാഹചര്യമാണിത്. കാരണം അവരവരുടെ ഇമോഷൻസ് പല രീതിയിലും പല കാര്യങ്ങളിലും എക്സ്പ്രസ് ചെയ്യാൻ നോക്കുമ്പം അത് ടോക്സിക് ആവും, അല്ലെങ്കിൽ അത് ടോക്സിസിറ്റി ആവും, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ആവും, പലതും ആവും. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പല കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്ത് കാരണമുണ്ടാക്കി അടിയുണ്ടാക്കി നമ്മളിൽ നിന്ന് പോണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് അവർ പല കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യും. അതാണ് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ കൊണ്ടെത്തുമ്പോൾ ബ്രേക്കപ്പ് ആയി, അല്ലെങ്കിൽ നമുക്ക് ഇത് നിർത്താം, എനിക്ക് മതിയായി, ഈ ടോക്സിസിറ്റിയിലൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനി ഇത് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. എന്താ അല്ലേ? ബ്രേക്കപ്പായി അവള് ബ്രേക്കപ്പ് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. കാരണം പറയാനും ചെയ്യാനുള്ളതൊക്കെ നേരത്തെ ചെയ്തതാണല്ലോ. അപ്പോൾ 4 കൊല്ലത്തെ ആ ഒരു സാധനം അവസാനിച്ചു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറീസാണ് പ്രശ്നം. ഞങ്ങളിപ്പോൾ കണ്ടതും ഇഷ്ടമായതും അവളോടത് പറഞ്ഞതും നമ്മളെ മെമ്മറീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് പോട്ടെ. ഞാൻ ഓക്കെ അല്ല. ഞാനെങ്ങനെ ഓക്കെ അപ്പം എത്ര പെട്ടെന്ന് മൂവ് ഓൺ ആവുക? അങ്ങനെ ആവണമെങ്കിൽ ഞാൻ അവളോട് ചെയ്തത് ഫേക്ക് ലവ് ആവണം, അല്ലല്ലോ. എനിക്കെന്താ തോന്നണമെന്ന് അറിയാം. ഇപ്പോൾ ഒരു മല എടുത്തിട്ട് എൻ്റെ നെഞ്ചത്ത് വെച്ച പോലെ ഫീൽ ചെയ്യണത്. അതിൻ്റെ ഇങ്ങനെ താഴ്ത്തുക. എനിക്ക് നീക്കാൻ പറ്റില്ല, എനിക്ക് ശ്വാസം കിട്ടണില്ല. വേണമെങ്കിൽ ഒന്ന് കരയാം അല്ലേ? ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ. വേണ്ട കരയണ്ട. പല ആൾക്കാരും സത്യസന്ധമായിട്ട് സ്നേഹിച്ച പലരും ഈ ഒരു സിറ്റുവേഷൻ ഉറപ്പായിട്ടും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോ ഒരു ആൺകൊച്ചായിരുന്നാലും പെൺകൊച്ചായിരുന്നാലും സത്യസന്ധമായിട്ട് പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ. അതാണ് അതിന്റെ ഒരു ഫീൽ. കാരണം അത് അല്ലെങ്കിൽ കടന്നു പോകാത്ത ഒരു ആൾക്കാരും ഉണ്ടാവില്ല. അതാണ് സത്യാവസ്ഥ. നമുക്ക് വല്ലാത്തൊരു മരവിപ്പ്, എന്ത് ചെയ്യണമെന്നറിയില്ല, നെഞ്ചത്തൊരു പാറക്കല്ല് അല്ലെങ്കിൽ കരിങ്കല്ലെടുത്ത് വെച്ച പോലത്തെ ഒരു
ഫീൽ എന്നുള്ള ഒരു പ്രത്യേക ഒരു ഇതാണ്. എന്ത് ചെയ്യണം എന്താണ് എന്നുള്ളൊരു മരവിപ്പ്. അതങ്ങനെയാണ്. അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആരായിരുന്നാലും അവർക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണിത് സത്യം പറയാണെങ്കിൽ.